റോയുടെ പേരിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് മാഹി മദ്യം കടത്തുകയായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശികളെ വടകര എക്സൈസ് സംഘം പിടികൂടി. ഇന്ന് അതിരാവിലെ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന ഇവരെ പിടികൂടിയത്. 307 കുപ്പി മാഹി മദ്യവുമായാണ് കരുനാഗപ്പള്ളി സ്വദേശികളായ 3 പേരെ വടകര എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്നോവ കാറിൽ മദ്യം കടത്തുകയായിരുന്ന ഇവരെ ഇന്ന് അതിരാവിലെ 5 മണിയോട് കൂടിയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കൂലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 255 ലിറ്റർ മദ്യമാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. കരുനാഗപ്പള്ളി സ്വദേശികളായ ബിജോയ്, വിപിൻ ബാബു, റോബിൻ ആർ എന്നിവരാണ് പിടികൂടിയത്. മദ്യം കടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയ മാഹി സ്വദേശിയായ ജോൺസണെയും എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഹിയിൽ നിന്നും അനധികൃതമായി സംസ്ഥാനത്തിനകത്തേക്ക് മാഹി മദ്യം കടത്തിക്കൊണ്ടുവരുന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പുലർച്ചെ നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ 255 ലിറ്റർ മാഹി മദ്യം കടത്തിക്കൊണ്ടുവന്ന ബിജോയ്, പേര് റോബിൻ, ബിബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്യും. മ്യാൻമാർ വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് പരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് സംശയം തോന്നിയാണ് ടിയാനെ നടത്തിയ പരിശോധനയിലാണ് ടിയാനെ തടഞ്ഞു നിർത്തിയും പരിശോധനയിൽ ഈ മദ്യം കണ്ടെടുത്തുകയും ചെയ്തത്. കൂടാതെ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബിജോയ് എന്ന ആളാണ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ ടിയാനെ മദ്യം മാഹിയിൽ നിന്നും കടത്തി നൽകുന്ന ജോൺസൺ എന്നൊരാളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ടിയാന്മാരെ ഇന്ന് തന്നെ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞാൽ ജോൺസൺ എന്ന ആളെ രണ്ടാമത് അറസ്റ്റ് ചെയ്താണ്. മൊഴിയുടെ വണ്ടിയിലുണ്ടായിരുന്നു. രണ്ടാമത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിക്കവറി ചെയ്തതാണ്. അയാൾക്ക് കൊടുത്ത പണം ഉൾപ്പെടെ ഏകദേശം 2 ലക്ഷം രൂപ മദ്യത്തിനായി കൊടുത്തിട്ടുണ്ട്. ആ പണം ഉൾപ്പെടെ ടിയാനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. 255 ലിറ്റർ വാങ്ങുന്നത് 2,05,000 രൂപ. മാഹിയിൽ വരെയാ ഏതാ മദ്യം കടത്തിന് ടിയാന് കേസുകളൊന്നും നിലവിലില്ല. ഈ ജോൺസണെതിരെ മുൻ പരാതികളൊന്നും കണ്ടിട്ടില്ല. നമ്മൾ രഹസ്യവിവരം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ്. റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഇത് ഗുരുതരമായ ഒരു കുറ്റമാണ്. അതായത് പരിശോധനയിൽ ഒഴിവാവുക. സാധാരണ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാഗിട്ട് ഒരു വ്യാജ ഐഡന്റിറ്റി കാർഡ് ആൾ കാണിക്കും. അപ്പോൾ നോർമലി ആള് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രമോദ് പുളിക്കൂൽ, പ്രിവന്റീവ് ഓഫീസർമാരായ സുരേഷ് കുമാർ, ഷിരാജ് കെ, സായിദാസ് KP, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുസ്ബിൻ EM, ശ്യാംരാജ് A, ഡ്രൈവർ പ്രജീഷ് എന്നിവരും പങ്കെടുത്തു. റോയുടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ചാണ് ഇവർ യാത്ര ചെയ്തു വരുന്നതെന്നും ഇവരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്നും CI ഹിരോഷ്, SI അനുശ്രീ എന്നിവർ പറഞ്ഞു.